ബാർക്കോഴ കേസിൽ SP സുകേശൻ നൽകിയ ഹർജിയുടെ പകർപ്പ് പീപ്പിളിന് തെളിവുകൾ മറച്ചുവെക്കാൻ ശ്രമം നടന്നുവെന്ന് സുകേശൻ ഹർജിയിൽ പറയുന്നു. വിശദമായി ശാസ്ത്രീയ പരിശോധന നടത്താറായില്ലെന്നും പരാമർശം. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജിയിലാണ് വിവരങ്ങളുള്ളത്. മുൻമന്ത്രി KM മാണിക്കെതിരെയുള്ള ബാർക്കോഴ കേസിൽ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട തെളിവുകൾ മറയ്ക്കാൻ ശ്രമം നടന്നുവെന്ന് SP R സുകേശൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനായിട്ടില്ലെന്നും കേസിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായി വിശദമായ ശാസ്ത്രീയ പരിശോധന അനിവാര്യമാണെന്നും ഹർജിയിൽ വിശദമാക്കിയിട്ടുണ്ട്. കേസന്വേഷണത്തിൽ അനുവദിച്ച സമയപരിധി കുറവായിരുന്നു. അതിനാൽ കൂടുതൽ സമയം നൽകണമെന്നും പീപ്പിൾ TVക്ക് ലഭിച്ച R സുകേശന്റെ ഹർജിയുടെ പകർപ്പിൽ പരാമർശിച്ചിരിക്കുകയാണ്. കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കേണ്ടതുണ്ട്. പലരുടെയും സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ സാക്ഷികളെ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനും വിധേയമാക്കണമെന്നും തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ SP സുകേശൻ നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. നേരത്തെ ബാർക്കോഴ കേസിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ R സുകേശനാണ് പിന്നീട് ചില സമ്മർദ്ദത്തിന് വിധേയനായി KM മാണി കേസിൽ അന്വേഷണം വേണ്ടെന്നും ഒടുവിലിപ്പോൾ തുടരന്വേഷണം വേണമെന്നും പറഞ്ഞത്. കേസിൽ തുടരന്വേഷണം വേണ്ടതിന്റെ കാര്യങ്ങൾ അക്കമിട്ട് വിശദീകരിക്കുന്ന R സുകേശന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി മുൻമന്ത്രി KM മാണിക്കെതിരെ തുടരന്വേഷണം പ്രഖ്യാപിച്ചത്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച കേസിൽ മുൻമന്ത്രി K ബാബുവിന്റെ ബാങ്ക് ലോക്കറുകൾ വിജിലൻസ് തുറന്നു പരിശോധിക്കുന്നു. തൃപ്പൂണിത്തുറ SPT ബാങ്ക് ലോക്കറാണ് തുറന്ന് പരിശോധിക്കുന്നത്. ബാബുവിന്റെ ഇളയ മകളുടെ തമ്മനം യൂണിയൻ ബാങ്ക് ലോക്കറിൽ നിന്നും പരിശോധനയിൽ 100 പവൻ കണ്ടെത്തി. KM ഉമേഷ് വിവരങ്ങൾ നൽകും. ഉമേഷ്, തുടർ പരിശോധനയിൽ എന്തൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? അരുൺ, ഇന്നത്തെ പരിശോധനകൾ വിജിലൻസ് അവസാനിപ്പിച്ചിരിക്കുന്നു. ഇന്ന് 2 അക്കൗണ്ടുകളാണ് പ്രധാനമായും പരിശോധിച്ചത്. ഒന്ന്, K ബാബുവിന്റെ ഇളയ മകളുടെ പേരിലുള്ള യൂണിയൻ ബാങ്കിന്റെ പൊന്നുരുത്തി ശാഖയിലെ ലോക്കറാണ് ആദ്യം പരിശോധിച്ചത്. അതിൽ 100 പവൻ സ്വർണം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം പിന്നീട് തൃപ്പൂണിത്തുറയിലുള്ള 2 ബാങ്കുകളിൽ നിന്ന് പരിശോധന നടത്തി. രണ്ടും K ബാബുവിന്റെ ഭാര്യയുടെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടുകളിലാണ് പരിശോധന നടത്തിയത്. തൃപ്പൂണിത്തുറയിലുള്ള SBTയുടെയും SBI ശാഖകളിലാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ എന്തെങ്കിലും കണ്ടെത്തിയതായി വിജിലൻസ് വെളിപ്പെടുത്തിയിട്ടില്ല. താരതമ്യേന വേഗമാണ് പരിശോധന പൂർത്തിയാക്കിയത്. രാവിലെ സ്വർണം ഉള്ളതിനാൽ കൂടുതൽ സമയം എടുത്താണ് പരിശോധന നടത്തിയത്. എന്നാൽ ഇത് പരിശോധന ഉച്ചയ്ക്ക് 3 മണിയോടെ തുടങ്ങി 5 മണിയോടെ പരിശോധനകൾ പൂർത്തിയാക്കുകയായിരുന്നു. ഇനി പിടിച്ചെടുത്ത രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ചും സ്വർണം സംബന്ധിച്ചും എല്ലാം തന്നെ വിശദമായ പരിശോധന വിജിലൻസ് നടത്തും. അതിനുശേഷമാണ് തുടർ നടപടികളിലേക്ക് വിജിലൻസ് സംഘം കടക്കുക. പിന്നീട് അന്യ സംസ്ഥാനങ്ങളിൽ മറ്റും ഭൂമി വാങ്ങിയ സംബന്ധിച്ച എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ആ തരത്തിലേക്ക് അന്വേഷണം അന്യ സംസ്ഥാനത്തേക്ക് വ്യാപിപ്പിക്കാനും വിജിലൻസിന് തീരുമാനമുണ്ട്. ഏറ്റവും ഒടുവിലായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് വിജിലൻസ് കടക്കുക. എന്തായാലും ബാങ്ക് ലോക്കർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും അന്വേഷണവും ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു. KM ഉമേഷ് വിവരങ്ങൾ നൽകിയത്. തേനിയിലെ ഭൂമിയിടപാട് സംബന്ധിച്ച കേസിൽ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് K ബാബുവിന്റെ മരുമകൻ വിപിൻ. തേനിയിലെ ഭൂമിയിടപാട് നടന്നത് വിവാഹത്തിന് മുൻപാണെന്നും വിപിൻ, തന്റെ പിതാവിന്റെ പേരും ബാബു എന്ന് തന്നെയാണെന്നും വിപിൻ പറഞ്ഞു. പ്രധാന ആക്ഷേപം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ പേര് ബാബു എന്നാണ്. അപ്പോൾ അതിനൊരു മിസ്ഇൻ്റർപ്രിട്ടേഷൻ പലപ്പോഴും വരുന്നുണ്ട്. 2 പേരും ബാബു ആയതുകൊണ്ട് പലപ്പോഴും ആ അന്വേഷണത്തിൽ തന്നെ അതിനൊരു പ്രോബ്ലം വന്നിട്ടുണ്ടാകാം. സോ ആ ഡോക്യുമെൻറ്റ് സെയിൽ ഡോക്യുമെൻ്റ് ആണെങ്കിൽ ഇതാണ് സെയിൽ ഡീഡ്. ഇപ്പോൾ സെയിൽ ഡീഡിൻ്റെ വാല്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 28/12/2011. എൻ്റെ വിവാഹം നടക്കുന്നത് 2012. അപ്പോൾ അതിൻ്റെ ഈ സെയിൽ ഡീഡ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് ഒരു ബ്ലാക്ക് മണി ട്രാൻസാക്ഷനോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് എത്രയാണോ ബാങ്ക് ത്രൂ വന്നിരിക്കുന്ന ആ ഡീറ്റെയിൽസ് ഫുള്ളും ഈ ഡോക്യുമെൻറ്റിൽ റെക്കോർഡഡ്. ഇത് ഫെഡറൽ ബാങ്ക് വഴിയാണ്, ഫെഡറൽ ബാങ്കിൻ്റെ മൂക്കന്നൂർ ബ്രാഞ്ച് വഴിയാണ്. ആൻഡ് ഇത് തേനി എന്നല്ല ശരിക്കും സ്ഥലം, തേനിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറി കടമലക്കുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ അതും 120 ഏക്കറാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആക്ച്വലി 120 ഏക്കറല്ല, 75 ഏക്കറാണ്. മുത്തൂറ്റ് ഗ്രൂപ്പിൽ രഹസ്യ നിക്ഷേപമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പേര് വിവരങ്ങൾ ലഭിക്കുന്നതിന് വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ വിജിലൻസിൽ നീക്കം. ആദ്യം നൽകിയ പരാതി സാങ്കേതികത ചൂണ്ടിക്കാട്ടി ആദായനികുതി വകുപ്പ് നിരസിച്ചതോടെയാണ് കുറ്റമറ്റ തരത്തിൽ വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ വിജിലൻസ് ഒരുങ്ങുന്നത്. രാഷ്ട്രീയ നേതാക്കളുടെ സ്വത്തുവിവരം ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് ആദ്യം സമർപ്പിച്ച രേഖയിൽ വ്യക്തതയില്ലാത്തതിനാലാണ് അപേക്ഷ നിരസിച്ചതെന്നാണ് ഇൻകം ടാക്സ് വൃത്തങ്ങൾ നൽകുന്ന സൂചന.
മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ നടന്ന റെയ്ഡിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തുവെങ്കിലും ഇതിൽ ഇടപാടുകാരായ രാഷ്ട്രീയ നേതാക്കളുടെ പേരുവിവരം പ്രത്യേകമായി സൂക്ഷിച്ചിട്ടില്ല എന്ന കാരണമാണ് അപേക്ഷ നിരസിക്കാനായി ഇൻകം ടാക്സ് അധികൃതർ ചൂണ്ടിക്കാട്ടിയത്. ആവശ്യമുള്ള ആളുകളുടെ പേരുവിവരങ്ങൾ പ്രത്യേകമായി രേഖപ്പെടുത്തി ഒരിക്കൽ കൂടി അപേക്ഷ നൽകിയാൽ ഇടപാടുകാരിൽ ആരോപണ വിധേയരായ രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നാണ് ആദായനികുതി വകുപ്പിന്റെ നിലപാട്. അപേക്ഷയിൽ പറ്റിയ പാകപ്പിഴ തിരുത്തി അടുത്ത ദിവസം തന്നെ ആദായനികുതി വകുപ്പിന് ഫോം 46 പ്രകാരം പുതിയ അപേക്ഷ വിജിലൻസ് നൽകിയേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇറച്ചിക്കോഴി വ്യാപാരികൾക്കും ആയുർവേദ കമ്പനികൾക്കും അനധികൃതമായി നികുതി ഇളവ് നൽകിയെന്ന കേസിൽ തനിക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട മുൻ മന്ത്രി KM മാണി സമർപ്പിച്ച ഹർജിയിൽ നിലപാട് അറിയിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. വിശദമായ വാദം കേൾക്കുന്നതിനായി കേസ് ഈ മാസം 19 മാറ്റി. അഴിമതി നിരോധന നിയമപ്രകാരം തനിക്കെതിരെ കേസെടുക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ വിജിലൻസിന്റെ പക്കൽ ഇല്ലെന്നാണ് മാണിയുടെ വാദം. ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ RSS ശാഖ പ്രവർത്തനത്തിന് നിരോധനം വന്നേക്കും. നിയമവിരുദ്ധമായി സംഘം ചേർന്ന ക്ഷേത്രത്തിനുള്ളിൽ ആയുധ പരിശീലനം നടത്തിയാൽ പോലീസിന് കേസെടുക്കാൻ അധികാരമുണ്ടെന്ന് സർക്കാരിന് നിയമ ഉപദേശം ലഭിച്ചു. നിയമ സെക്രട്ടറി BG ഹരീന്ദ്രനാഥാണ് സർക്കാരിന് നിയമ ഉപദേശം നൽകിയത്. ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ശാഖകളെ നിരോധിക്കാൻ സർക്കാരിന് ബലം നൽകുന്നതാണ് ഈ നിയമ ഉപദേശം. ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ ആയുധ പരിശീലനവും RSS ശാഖകളും നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന അത്തരം ശാഖകൾക്കെതിരെ കേസെടുക്കാവുന്നതാണെന്നും സർക്കാരിന് ലഭിച്ച നിയമോപദേശത്തിൽ പറയുന്നു. നിയമവിരുദ്ധമായി ആയുധ പരിശീലനം നടത്തിയാൽ 2011 കേരള പോലീസ് ആക്ടിലെ ചട്ടം 73 അനുസരിച്ച് പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്നതാണെന്ന് നിയമ സെക്രട്ടറി BG ഹരീന്ദ്രനാഥ് നൽകിയ നിയമോപദേശത്തിൽ പറയുന്നു. ദേവസ്വം വകുപ്പിനു വേണ്ടി സെക്രട്ടറി KR ജ്യോതിലാലാണ് ക്ഷേത്രങ്ങളിലെ RSS ശാഖകളെ നിരോധിക്കാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്ന വിഷയത്തിൽ നിയമോപദേശം തേടിയത്. കേരളത്തിലെ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന RSS ശാഖകളുടെ പ്രവർത്തനം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയതോടെ ഇവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സർക്കാരിന് ബലം നൽകുന്നതാണ് പുതിയ നിയമോപദേശം. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അമ്പലത്തിനുള്ളിൽ നടക്കുന്ന RSS ശാഖകൾക്കെതിരെ കടുത്ത വിമർശനവുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാരിന് അനുകൂല നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്ക് കീഴിൽ ആയുധ പരിശീലനം നടക്കുന്നില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന വിവാദമായിരുന്നു. ക്ഷേത്രങ്ങൾക്കുള്ളിൽ നടക്കുന്ന ആയുധ പരിശീലനത്തിനെതിരെ വിശ്വാസികൾക്കിടയിൽ നിന്ന് പോലും എതിർപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ ലഭിച്ചിരിക്കുന്ന നിയമോപദേശത്തിന് വലിയ രാഷ്ട്രീയ മാനങ്ങളാണുള്ളത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ദേവസ്വം നിയമനങ്ങൾ PSCക്ക് വിടാൻ ബിൽ കൊണ്ടുവരാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ബിൽ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോയുടെ കൺസൾട്ടൻസി കരാർ DMRCക്ക് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നിയമസഭാ സമ്മേളനം ഈ മാസം 26 മുതൽ വിളിച്ചു ചേർക്കാനും മന്ത്രിസഭ ശുപാർശ ചെയ്തു. നിയമസഭയുടെ 2ാം സമ്മേളനം ഈ മാസം 26 മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ദേവസ്വം നിയമനങ്ങൾ പൂർണ്ണമായും PSCക്ക് വിടുന്നതിനുള്ള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഭേദഗതി ബില്ലായി നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഇതോടെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഫലത്തിലില്ലാതാകും. റിക്രൂട്ട്മെന്റ് ബോർഡിനെ കുറിച്ച് ആക്ഷേപമുയർന്ന സാഹചര്യത്തിൽ നിയമനങ്ങൾ PSCക്ക് വിടാൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നു. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികളുടെ പ്രാഥമിക ജോലികൾക്കായുള്ള കൺസൾട്ടന്റായി DMRCയെ നിയോഗിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്ക് ശേഷം മുഴുവൻ പ്രൊജക്ടുകളുടെയും കൺസൾട്ടന്റായി DMRCയെ നിയമിക്കും. പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നത് വേഗത്തിലാക്കാൻ റവന്യൂ സബ് ഡിവിഷണൽ ഓഫീസറെ ചുമതലപ്പെടുത്തും. ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണത്തിനും ഭൂമി ഏറ്റെടുക്കലുമായി 272.84 കോടി രൂപയുടെ ഭരണാനുമതി നൽകും. KSFE ജീവനക്കാർക്ക് 2012 ഓഗസ്റ്റ് മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണം അനുവദിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദന് ഔദ്യോഗിക വസതി അനുവദിച്ച ഉത്തരവായി. കവടിയാർ ഹൌസാണ് VSന് നൽകുക. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവിട്ടത്. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷന്റെ ഓഫീസ് സംബന്ധിച്ച് VS നേരത്തെ കത്ത് നൽകിയിരുന്നു. ജമ്മുകശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി വിഘടനവാദികൾ ഉൾപ്പെടെ എല്ലാവരുമായും ഉപാധിരഹിത ചർച്ച വേണമെന്ന് സർവകക്ഷി സംഘം. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുമായി കശ്മീർ ജനത സഹകരിക്കണമെന്നും സർവകക്ഷി സംഘം അഭ്യർത്ഥിച്ചു. ജമ്മുകശ്മീർ ജനതയുടെ വിശ്വാസം വീണ്ടെടുക്കാനുള്ള അടിയന്തര നടപടികൾ വേണമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടു. വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുന്ന രോഗികൾക്ക് ധനസഹായം നൽകുമെന്ന് നടൻ മമ്മൂട്ടി. അടുത്ത മാസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് മമ്മൂട്ടി പറഞ്ഞു. തൃശൂരിൽ ദ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നടന്ന ജന്മദിന ആഘോഷ പരിപാടിയിലാണ് മമ്മൂട്ടി ധനസഹായം പ്രഖ്യാപിച്ചത്. കിഡ്നി കൊടുക്കാൻ തയ്യാറാണെങ്കിലും അതിന് ശസ്ത്രക്രിയക്കുള്ള ചെലവുകൾ വഹിക്കാൻ
വയ്യാത്ത ഒരുപാട് കുടുംബാംഗങ്ങൾ, ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. സൗജന്യമായി നൽകാനുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അത് അനൗൺസ് ചെയ്തതായിട്ടുണ്ട്. 1-2 ആശുപത്രികളുമായിട്ട് കൂടെ സംസാരിച്ച് കഴിഞ്ഞാൽ അതിന് തീരുമാനമാകും. പിറന്നാൾ നിറവിൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. തൃശൂരിൽ ലൊക്കേഷനിൽ അണിയറ പ്രവർത്തകർക്കും ആരാധകർക്കും ഒപ്പമായിരുന്നു മമ്മൂക്കിയുടെ പിറന്നാൾ ആഘോഷം. ലോകം മുഴുവൻ ആരാധകർ ആശംസകൾ കൊണ്ട് മൂടുമ്പോൾ സ്നേഹനിർഭരമായി വാപ്പച്ചിക്ക് വേണ്ടി ദുൽഖർ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റും ആരാധകർ ഏറ്റെടുത്തു. പ്രിയ വാപ്പച്ചി എന്ന് തുടങ്ങി മകന്റെ ആശംസ, പ്രിയ താരമെന്നും പ്രിയ മമ്മൂക്ക എന്നും തുടങ്ങി ആരാധകരുടെയും. പിറന്നാൾ ദിനത്തിലും ആ കലാകാരൻ അഭിനയത്തിന്റെ തിരക്കിൽ തന്നെയാണ്. FBയിൽ കുറിച്ച പിറന്നാൾ ആശംസയിൽ ദുൽഖർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കുടുംബത്തിന്റെ തുടക്കം താങ്കളാണ്, ഞങ്ങൾക്ക് തണൽ തരുന്ന മരവും. മലയാള സിനിമയും പലപ്പോഴും അങ്ങനെ പറഞ്ഞു പോകും മമ്മൂട്ടി എന്ന ആ വലിയ നടനെ നോക്കി. ദുൽഖർ പറയും പോലെ ഉയരം കൂടിയ ഒരു കൊടുമുടിയാണത്, ഒരു യഥാർത്ഥ ഇതിഹാസം. വർഷങ്ങൾ വിരലിലെണ്ണി മമ്മൂക്കയുടെ പ്രായം എത്രയെന്ന് കണക്കുകൂട്ടി നോക്കുന്നവരോട് പ്രായം പറയാതെ മിണ്ടാതെ നിൽക്കുമ്പോൾ മമ്മൂക്ക പറയാതെ പറയുന്നത് ഇതുതന്നെയാകും: കലയ്ക്ക് പ്രായമാകാറില്ല, കലാകാരനും. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് പിറന്നാൾ ആശംസകളോടെ. ന്യൂസ് ഡെസ്ക്. അന്യായമായി സ്ഥലം മാറ്റുകയും സസ്പെൻഡ് ചെയ്തതിലും പ്രതിഷേധിച്ച മുത്തൂറ്റിലെ ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുകയും സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുകയും ചെയ്തു. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക്. പ്രതികാര നടപടികൾ തുടർന്നാൽ ശക്തമായ സമരവുമായി മുൻപോട്ട് പോകാനാണ് യൂണിയന്റെ തീരുമാനം. അന്യായമായി ജീവനക്കാരെ സ്ഥലം മാറ്റുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് മുത്തൂറ്റിലെ ജീവനക്കാർ പണിമുടക്കുകയും 72 മണിക്കൂർ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക്. സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന്റെ പ്രതികാര നടപടിയാണ് മാനേജ്മെന്റിന്റെ ഈ തീരുമാനത്തിൽ പിന്നിലെന്നാണ് പണിമുടക്കിയവർ പറയുന്നത്. നോൺ ബാങ്കിംഗ് സ്ഥാപനങ്ങളിൽ സംഘടന അനുവദിക്കില്ല എന്ന ധാർഷ്ട്യ മനോഭാവമാണ് മാനേജ്മെന്റിനെന്നും ഇവർ പറയുന്നു. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രതീഷ്: നമ്മൾ കഴിഞ്ഞ 6 മാസം മുമ്പ് കേരളത്തിലെ നോൺ ബാങ്കിംഗ് ഫിനാൻസ് സ്ഥാപനങ്ങളിൽ സംഘടന രൂപീകരിച്ചു. ഈ സംഘടന ഈ സ്ഥാപനത്തിൽ അനുവദിക്കില്ല എന്നുള്ള ഒരു ധാർഷ്ട്യ മനോഭാവത്തിന്റെ ഭാഗമായിട്ടാണ് ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുകയും പിരിച്ചുവിടുകയും ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു വരുന്നത്. ഈ മാസം 10-ന് തൊഴിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ അനുരഞ്ജന ചർച്ചയും തീരുമാനിച്ചിട്ടുണ്ട്. ചർച്ച പരാജയപ്പെട്ടാൽ ശക്തമായ സമരപരിപാടികളുമായി മുൻപോട്ട് പോകാനാണ് യൂണിയന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടൻ ശ്രീജിത്ത് രവിക്കെതിരായ പരാതി റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാജശേഖരനെ SP A ശ്രീനിവാസാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. നടൻ ശ്രീജിത്ത് രവി സ്കൂൾ വിദ്യാർത്ഥിനികളോട് അപമര്യാദയെ പെരുമാറിയ കേസിലാണ് പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തത്. സംഭവം നടന്ന കഴിഞ്ഞ മാസം 27-ന് സ്കൂൾ പ്രിൻസിപ്പൽ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതി ലഭിച്ച കാര്യം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ചുമതല വഹിക്കുന്ന സീനിയർ പോലീസ് ഓഫീസർ രാജശേഖരൻ SPക്ക് റിപ്പോർട്ട് ചെയ്തില്ല. ഇത് വീഴ്ചയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ SP ഡോക്ടർ A ശ്രീനിവാസ് ഉത്തരവിട്ടത്. പ്രിൻസിപ്പലുടെ പരാതിയിൽ കേസെടുക്കാൻ കാലതാമസമുണ്ടായെന്ന പരാതിയിൽ SI ആദം ഖാൻ ഉൾപ്പെടെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നും SP അറിയിച്ചു. പരാതി ലഭിച്ച് 4-ാം ദിവസമായ ആഗസ്റ്റ് 31-നാണ് ഒരാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായത്. ഇതിൽ ശ്രീജിത്ത് രവിയുടെ പേരോ പോക്സോ വകുപ്പോ ചേർത്തിരുന്നില്ല. എന്നാൽ റോഡിൽ കണ്ട കാർ ശ്രീജിത്ത് രവിയുടേതെന്ന് വ്യക്തമായ ശേഷം ഇയാളെ സ്റ്റേഷൻ വിളിച്ചു വരുത്തി 2 കുട്ടികൾക്ക് മുമ്പാകെ ഹാജരാക്കുന്ന സാഹചര്യവുമുണ്ടായി. കുട്ടികളെ പ്രതിക്ക് മുന്നിൽ ഹാജരാക്കിയത് ഗുരുതര വീഴ്ചയാണെന്ന് സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താനായി സ്കൂളിലെത്തിയ പോലീസുകാരൻ കുട്ടികളോട് മോശമായി പെരുമാറിയെന്നും സബ് കളക്ടർ കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജീവിതത്തിൽ ആദ്യമായി കാടിന്റെ നേരവകാശികളും തൂശനിലയിൽ വിഭവസമൃദ്ധമായി ഓണസദ്യ ഉണ്ടു. ഓണത്തിന്റെ പൊലിമ ആദിവാസി ഊരുകളിലേക്ക് പകരാൻ സംസ്ഥാന വനംവകുപ്പ് സംഘടിപ്പിച്ച കാടോണം പരിപാടിയുടെ ഭാഗമായാണ് ഇടുക്കി മറയൂരിലെ ആദിവാസി കുടികളിൽ ഇത്തവണ സമത്വത്തിന്റെ നിറമാർന്ന ആഘോഷം സംഘടിപ്പിച്ചത്. നാളിതുവരെ കേട്ടിട്ടില്ലാത്ത പൂവിളിയും പൊന്നോണവുമെല്ലാം ഇക്കുറി കാടിന്റെ മക്കൾക്കും സ്വന്തമാകുന്നു. ഇടുക്കി മറയൂർ മലനിരകളിലെ 15ഓളം ആദിവാസി കുടുംബത്തിനാണ് വനംവകുപ്പ് ഓണത്തിന്റെ സന്തോഷവും സമൃദ്ധിയും എത്തിക്കുന്നത്. സർക്കാർ ഇതിന് കാടോണമെന്ന് പേർ ചൊല്ലി വിളിക്കുമ്പോഴും കാടിന്റെ മക്കൾക്കിത് ജീവിതത്തിലെ ആദ്യ ഓണത്തിലെ തൂശനിലയിൽ വിളമ്പുന്ന രുചിയുടെ സന്തോഷക്കൂട്ട് തന്നെ. പല വക സാപ്പാടും ഇருக்கு. കൂട്ടുകൾ പല കൂട്ട് വെച്ചിരിക്കാங்க. அதெல்லாம் வச்சு செய்திருக்காங்க.
அல்லனா ஒன்று ரெண்டு கூட்டு இருக்கு நமக்கு. அது செய்யறது வந்து இப்படி கூட்டுல நாங்க செய்ய மாட்டோம். ஒன்னாக ஒரு கூட்டு பண்ணி அது செய்து சாப்பிடுறதா ரொம்ப സന്തോഷமா இருக்கு. ഓണത്തിന്റെ ആപ്തവാക്യം പോലെ ജാതിമത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ പലരും ആദിവാസികൾക്കൊപ്പം കാടോണത്തിൽ പങ്കെടുത്തു. ആദിവാസി കുടികളിലെ സന്തോഷം കണ്ട ഇവർക്കും ഇതൊരിക്കലും മറക്കാനാവാത്ത ഓണനാളുകളാണ് സമ്മാനിച്ചത്. അത്തം മുതൽ ആരംഭിച്ച കാടോണം ഓരോ ദിവസവും ഓരോ കുടിയിലാണ് കൊണ്ടാടുന്നത്. പാട്ടും നൃത്തവും എല്ലാം നിറഞ്ഞ ആഘോഷത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം IASന്റെ തലക്കനമില്ലാതെ ദേവികുളം സബ് കളക്ടറും പങ്കുചേർന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.